വെൽക്കം ടു 2026 2026 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 2026 ആദ്യത്തെ ഡ്രൈവ് നമ്മൾ പോകാൻ പോവാണ്. ഒരു ബ്ലോഗറൊക്കെ ഓടിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് ജാനുവരി 2. നമ്മൾ നേരെ നമ്മുടെ കുട്ടിക്കാനം, വാഗമൺ, പുള്ളിക്കാനം സൈഡിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ മുട്ടത്തോണത്തെത്തി. ഇവിടെ നമ്മുടെ നിക്ടേൽസ് ഉണ്ടാവും. നിക്ടേൽസ് ഇപ്പൊ വെക്കേഷനിലാണ് ഉള്ളത്. അപ്പം നിക്ടേൽസ് നാളെ തിരിച്ചു പോവാണ്. അപ്പം അതിൻ്റെ യാത്രയയപ്പ് എന്നുള്ള രീതിയിലും കൂടെയാണ് നമ്മൾ ഈ ഡ്രൈവ് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്യാം. നമ്മളങ്ങനെ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തിട്ട് നേരെ പോവാണ്. ഇപ്പം റാന്നി എത്തി കേട്ടോ. റാന്നി അളിയാ നമ്മൾ എളങ്കാട് എത്തിയല്ലയോ? ആ മലയാളം മണ്ടയ്ക്കാ വാഗമണ്ണ്. അതെ അതെ. താഴെ ഒരു പാലം പൊട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട് എന്തായിരുന്നു, പണ്ട് ഉരുള് പൊട്ടിയിട്ട് താഴെ ഒരു പാലം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കാണിച്ച വഴി കൂടെ ആയിരുന്നു ഇറങ്ങി പോകുന്നത്. ഇപ്പോൾ ആ പാലം റെഡിയാക്കിയിട്ട് നമുക്കിപ്പോൾ ഇതിലിപ്പോൾ പോകാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് മുണ്ടക്കയത്തു നിന്നുള്ള ഷോർട്ട് കട്ടാണ്. പണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ റബ്ബറൈസ് റോഡാണ്. ഒരു 100 മീറ്റർ കൂടെ അങ്ങോട്ട് കഴിയുമ്പം റബ്ബറൈസ് റോഡൊക്കെ അങ്ങോട്ട് മാറി ഓഫ് റോഡ് ആവും. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം മുന്നോട്ട്. റോഡ് ക്ലോസ്ഡ് ആണോടാ മോനെ? പോയി നോക്കണം. ആ കാണുന്ന വാഗമണ്ണാണ് കേട്ടോ. വാഗമണ്ണിലെ ബിൽഡിങ്സ് ഒക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ മുണ്ടക്കയത്തു നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടില്ലേ ഉള്ളൂ. മുണ്ടക്കയത്ത് നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് വാഗമൺ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 40-45 കിലോമീറ്റർ കറങ്ങി പോകണം. പണ്ട് ഇവിടെ ഫുൾ ഉരുള് പൊട്ടി പോയേക്കുമായിരുന്നു. ഇപ്പം ആ വഴി കൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആയില്ലേ തുടങ്ങിയിട്ട്? ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ ആയിട്ടുണ്ടായിരിക്കാം. 5 കിലോമീറ്റർ ആയിട്ട് കണ്ടിന്യൂസ് ഇങ്ങനത്തെ റോഡ്. ഇത് വീഡിയോയ്ക്കകത്ത് കാണുമ്പം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്ക് പോവാ. നമുക്ക് പോയിട്ട് ഏതാണ്ട് അവിടെ ഒരു മലയുണ്ടേ. ഫസ്റ്റ് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് കയറിയ ഒരു മലയുണ്ട്, ഒരു കിടിലം വ്യൂ പോയിന്റ്. അങ്ങോട്ട് പോവാം ഫസ്റ്റ്. വീടുകളുണ്ടാകുന്നുണ്ടോ? പഴയ വീടുകളാണ് ഇതെല്ലാം. കണ്ടോ, വീടാണെന്ന് എന്താണെന്ന് അറിയത്തില്ല. റബ്ബർ ഷീറ്റിൻ്റെ അടിക്കുന്ന സാധനമാണെന്ന് അറിയത്തില്ല. അവിടെ എല്ലാം കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇടിച്ചു പൊളിച്ച് എല്ലാം കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തങ്ങൾ പറയണം. നമ്മൾ ഫസ്റ്റ് എന്നതിലെ ബൈക്കിൽ ഇറങ്ങിപ്പോയി അല്ലേ? ഇതിലൊരു രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴെല്ലാം നമ്മളിത് ഇറങ്ങി പോകും. വഴിയില്ല, ഒന്നുമില്ലാതെ. ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുവോ? അതില്ല. ഒരു എഫ് സി ഉണ്ട്, ഒരു അഡ്വഞ്ചർ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെട്ടമില്ല, ഒന്നുമില്ല. ആഫ്രിക്കൻ ടുലിപ്പ് നിൽക്കുന്നു. ആഫ്രിക്കൻ ടുലിപ്പ് എന്നടാ? ആഫ്രിക്കൻ അല്ല, ഈ ഒരു ആഫ്രിക്കൻ ടുലിപ്പ്. ആ ചുമന്ന ഇവിടെ ഞാൻ സ്പോക്കും എല്ലാം കൂടെ അന്ന് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തായിരുന്നു. അയാൾ മറിച്ചു എല്ലാവരും കൂടെ. പക്ഷെ ഇതിനും കിടുക. ഇതിന്റെ മേളിലൊരു മലയുണ്ട്. ആ മലയിൽ കിടിലം വ്യൂ അത്. അവര് വ്യൂ സെറ്റ് ചെയ്ത് കേട്ടോ. എന്റെ മോനെ, ഇതെന്തോ വ്യൂ ഒന്ന് നോക്കിയതായിട്ട്. നമുക്ക് ആ മലയുടെ പുറത്താ പോണ്ടേ. കണ്ണാ, നമ്മൾ അന്ന് വന്നപ്പോ ഇതുപോലെ ഈ മെറ്റിൽ താഴോട്ട് ഇറങ്ങി കിടക്കുവായിരുന്നു. ഇപ്പൊ നമ്മൾ കയറി വന്ന വഴിയില്ലേ, ആ വഴിയെ ഇതുപോലെ കിടക്കുവായിരുന്നു. അന്ന് ഈ മെറ്റിൽ ഇളകി കിടക്കുവായിരുന്നു. ഫുള്ള് മെറ്റില്. ഇതിപ്പോ 2 ട്രാക്ക് പോലും ഇല്ലയോ? മറ്റേ ഫുള്ള് മെറ്റിലാ. ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല വണ്ടി. ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മെറ്റിലിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും ഹാൻഡില് ടൈറ്റ് ആയിട്ട് അങ്ങിരിക്കുക. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി.
വ്യൂ അതിൻ്റെ അകത്തുണ്ട്. തങ്ങൾപ്പാറയെ കാണുന്ന ആണ്ടാ മുന്നിൽ അവിടെ അവിടെ ടാറ്റ ഹരിയർ ഓടിച്ച് കയറ്റി. നമ്മളങ്ങനെ ഒരു ഓഫ് റോഡ് കണ്ടിട്ട് പതുക്കെ പോയി നോക്കാം. പാടാവുന്നു ഇത് പറയുന്നല്ലേ. അല്ല പോയി നോക്കാം, കുഴപ്പമില്ലല്ലോ. ഏയ് പാട് ഇതേ ഇനി ഫുള്ള് പാടാ. ഇനി എന്തോ പാട് വരാനാ, ഇതിൽ കൂടുതൽ എന്തോ പാട് വരാനാ. സ്പേസ് ഉണ്ട്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പന്നി ഒന്ന് വിളിച്ച വഴിയാന്ന് തോന്നുന്നു. വഴിയുണ്ട്, പോട്ടെ പതിയെ പതിയെ പതിയെ. കല്ല് കിടക്കട്ടെ, നാട്ടുപന്നിയുടെ ശല്യം സ്ഥലമാണ്. ഞാൻ ഇറങ്ങോ കേട്ടാ. നമ്മളിപ്പോൾ ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് റോഡ് മൊത്തം കല്ല, വലിയ കല്ല്. ഇത് ഹൗസിംഗ് ഒക്കെ തട്ട്. ഇത് നല്ല ഹൈറ്റിലുള്ള കല്ലുണ്ട്. എൻ്റെ കാല് വെച്ചിട്ട് ഇത്രയും കല്ല് ഇത്ര ഹൈറ്റിലായിരിക്കുന്നത്. അതുപോലെ ഇവിടെ മൊത്തം കല്ല. പക്ഷെ അങ്ങോട്ട് വഴി ഉണ്ടായിരുന്നു. നമ്മൾ വന്ന വാലിയാണ് താണ്ട് താഴെ കാണുന്നത്. നമ്മൾ ആ റോഡിൽ കൂടെ കയറി വന്ന കേട്ടോ. അവിടേക്ക് എന്തോ കൺസ്ട്രക്ഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ തിരിച്ചിറങ്ങിയിട്ടേ താഴെ പോയിട്ട് മേളിലേക്ക് ഒരു വഴിയുണ്ട്. അവിടെയൊക്കെ കുറേ ക്യാമ്പ് സൈറ്റ്സ് ഒക്കെ കാണാം കേട്ടോ. കുറേ ടെൻസൊക്കെ അടുപ്പിച്ച് നേരത്തെ ഇട്ടേക്കുന്നു. കാണിച്ചു തരാം. ബാ ബാ ബാ. ഈ സൈഡ് പിടിക്കടാ. അങ്ങോട്ട് ആദ്യം പിടിക്കട്ടെ. ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. നീ ഗ്ലാസ് നോക്കി പോവും. ആ ഇടത്ത് പിടി ആ നേരെ പോട്ടെ. ആ ട്രാക്ക് പിടി. നീ വന്ന ട്രാക്ക് അങ്ങനെ കാണാവോ? കണ്ണാടിക്കാതി വന്ന ട്രാക്ക് പിടിച്ചങ്ങ് നോക്കൂ. നമ്മൾ അത് വിട്ടിട്ട് വേറൊരു ഓഫ് റോഡ് പിടിച്ച് വന്നേക്കുവാണേ. കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ. വെയിറ്റ് ആൻഡ് സീ. പോട്ടെ നമുക്ക് ആ മലയുടെ മണ്ടയ്ക്കാ പോണ്ടേ. ആണോ? നോക്കാം. അവിടെ വണ്ടി കയറാതിരിക്കാൻ വരെ ചെയ്തിട്ടേക്കുമായിരിക്കും അല്ലേ? ഓ നോ, നോക്കാം. കല്ല് മാറ്റാൻ പറ്റുമോ നോക്കാം. കുഴിച്ചിട്ടേക്കും അല്ലേ? ഇവിടെ പബ്ലിക്കിന് അലൗഡ് അല്ല എന്നാ തോന്നുന്നേ. റോഡ് ഫുൾ ബ്ലോക്ക് ചെയ്തേക്കും കേട്ടോ. സീനാണ്.
പക്ഷെ അങ്ങ് ഭയങ്കര വെയിലാണ് അവിടെ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മൾ നേരെ കുരിശുമലയിലോട്ട് പോവാണ്. പക്ഷെ ആ വഴി ഒന്ന് ഷോർട്ട് കട്ട് അടിക്കാൻ നോക്കിയതാ. നേരെ നമ്മൾ വന്നേക്കുന്നത് വനത്തിലോട്ടാണ്. വനമല്ല, ഇത് ഫോറസ്റ്റ് അല്ല, ഇത് ഒരു ഷോർട്ട് കട്ടാണ്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് കമ്പിളിനാരിയൊക്കെ കിട്ടി. അപ്പൊ നമ്മൾ വണ്ടി വെച്ചൊക്കെ പറിക്കുമോ അത്. വിട്ടോ ഇച്ചിരി ബാഗ് എടുക്കാൻ അത് ക്ലോസ് ചെയ്യണം, അല്ലെ ഇത് മൊത്തം ഇതിൻ്റെ അത് വീഴുമായിരിക്കും. എടുക്കട്ടെ, എടുക്കില്ല, ഇത് ഓടിച്ചോളട്ടെ. ആ വിട്ടോ, പതിയെ യെസ് വിട്ടോ. അങ്ങനെ വിട്ടോ. മറ്റേ പാൻഹാവനിലെ പുള്ളി ഫോർച്ച് ഓർഡർ കൊണ്ട് വരുന്ന ഇതിലെ ആ ഞങ്ങളൊക്കെ സ്ഥിരം എവിടെ വലിയ ഞങ്ങൾ ഇതുവഴി കാണാൻ ബൈക്കും കൂടെ കയറി ഞങ്ങളുടെ ആദ്യത്തെ ഓഫ് റോഡ് വീഡിയോ ഉണ്ടായിരുന്നു ഞങ്ങള്. അതും FC കൊണ്ട് FC അഡ്വഞ്ചർ. ഇതാണ്ട് ഇവിടൊക്കെ വെള്ളം പോകാനുള്ള ഒരു ചപ്പാത്ത് പോലെ ഉണ്ടായിരുന്നു. അതാ ടയർ ഏറ്റവും പോലും പറ്റില്ല. ഇല്ല അത് കുഴപ്പമില്ല, അവിടെ ഇത്ര ടാസ്ക് കേട്ടോ. ശരി, ഇങ്ങോട്ട് പിടിച്ചോ, ലെഫ്റ്റ്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഫ്രണ്ടിൽ പോ. വേണ്ട, ലെഫ്റ്റ് പിടിക്കടാ. ആ അതിന്റെ പുറത്തോട്ട് കയറിയോ? ഇല്ല, നീ അതിലേക്ക് കയറിയോ? പറയാം. വാ സെയിം. വാ വന്നോ. നിങ്ങളെ റൈറ്റ്. ആ പിടിച്ചോ. നല്ല ആ വാ. നേരെ വാ. ആ ഓടിച്ചോ. ലെഫ്റ്റ് പിടിക്കേ. പിടിച്ചോ, ഫുള്ളടിച്ചോ. ഫുള്ളടിക്ക്. ആ അങ്ങനെ ഇറങ്ങിയോ. വാ. ഇച്ചിരി ആ സൈഡ് പിടിച്ചേ. ആ വാ. വാ.
വന്നോ വന്നോ വന്നോ. നമ്മൾ ഈ കമ്പ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊടുത്തേക്കുക, അല്ലെങ്കിൽ ഈ കമ്പ് പോയിട്ട് ഇതേൽ വരഞ്ഞ് ഫുള്ള് സ്ക്രാച്ച് ആവും. വിട്ടോ വിട്ടോ വിട്ടോ. ആ കമ്പ് ഞാൻ പറഞ്ഞുതരാം, നീ വിട്ടോ വിട്ടോ, സ്ട്രൈറ്റ് വിട്ടോ. ഓക്കെയാണ് 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 ഓക്കെയാണ്. വിട്ടോ വിട്ടോ, ബാക്ക് ഓക്കെ വിട്ടോ. അതേ പിടിക്കണ. ആ അതേ പിടിച്ചോ അതേ പിടിച്ചു. ആ അറ്റത്ത് പിടിച്ച് അങ്ങോട്ട് വലിച്ചോ. ആ ഓക്കെ ഓക്കെ. പോട്ടെ പോട്ടെ. ആ പോട്ടെ പോട്ടെ. നീ പോ നീ പോ. വാ ആ സൈഡ് വാ. ഇങ്ങോട്ട് വിടി ഇങ്ങോട്ട് വിടി. മാറ്റി തരാം മാറ്റി തരാം മാറ്റി തരാം. ശരി അങ്ങോട്ട് മാറ്റി തരാം. വെയിറ്റ്. ഇത് വലിയ മുള്ളമ്മാവനാ കേട്ടോ, അമ്മാവ് മുള്ള ഇത്. മുള്ള മുള്ള വലിയ മുള്ള ഇത്. ആ വിട്ടു ആ വിട്ടു. പോട്ടെ 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 പോട്ടെ. പതിയെ പോട്ടെ പതിയെ പോട്ടെ പതിയെ പോട്ടെ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ പോട്ടെ. മുള്ള. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം. അങ്ങോട്ട് ഓടിച്ചോളാം. ഓടിക്കാനൊന്നും പറ്റുന്നില്ല. അളി എങ്ങോട്ട് വരാമോ? അതൊന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ വലിച്ചു നോക്കാം അവിടെ. പോട്ടെ 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 വിട്ടോ വിട്ടോ വിട്ടോ. എടുത്തോ എടുത്തോ. നമ്മൾ തന്നെ ഈ കമ്പൊക്കെ വെച്ച് ഇതാ ആ കാണുന്ന മരമൊക്കെ പൊക്കി കൊടുത്തായിരുന്നു. ഏകദേശം എസ്കേപ്പ് ആയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ കമ്പനി ആവശ്യം വരും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റോഡ് എത്താറായിട്ടുണ്ട്. നോക്കാം, കുറച്ചുകൂടെ ഉള്ളൂ. പോട്ടെ പോട്ടെ പോട്ടെ. ഒരു മിനിറ്റ്, നീ അവിടെ നിർത്തി, ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കാം. സ്റ്റോപ്പ്. ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യണേ. അന്ന് പക്ഷെ ചെറിയ മഴ ഉണ്ടായിരുന്നു അല്ലേ? റെയിൻകോട്ടൊക്കെ ഇട്ട്. റെയിൻകോട്ടല്ല, മഴ ചെറിയ ചാറ്റലുണ്ടായിരുന്നു. നമ്മൾ റോഡ് എത്തി.
നമ്മള് പുള്ളിക്കാരൻ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലയോ? അതെ. അല്ല എന്തോ അടുത്ത പരിപാടി എന്തോ എങ്ങോട്ടാ പോകുന്നത്? ഉളുപ്പുണ്ണിക്ക് പോകുന്നുണ്ടോ? ഉളുപ്പുണി കയറാനുള്ളൊരു സെറ്റപ്പ് നോക്കുന്നുണ്ട്. ഉളുപ്പുണി കയറാൻ പറ്റൂല്ലെന്ന് അറിയത്തില്ല. അല്ല ഉളുപ്പുണ്ണി കയറാൻ പറ്റും. കാരണം കഴിഞ്ഞ ദിവസം മറ്റേ പുത്തേറ്റ് ട്രാവൽസിലെ പുള്ളിക്കാരൻ വലിയ മറ്റേ ഇതുണ്ടല്ലോ, എന്തായിരുന്നു ലോറിയുടെ പേര്? ആ പുള്ളിയുടെ സ്റ്റാലിയൻ. പുള്ളി സ്റ്റാലിയൻ ആണെങ്കിൽ കൊണ്ട് പുള്ളി സ്റ്റാലിയൻ കൊണ്ട് അവിടെ ഉളുപ്പുണ്ണി കയറ്റിയായിരുന്നു. അപ്പൊ നമുക്ക് എന്നാ നേരെ ഉളുപ്പുണ്ണിക്ക് വിട്ടേക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചായ വേണം മച്ചാനെ. ചായ കുടിക്കാൻ നിർത്തി മച്ചാനെ. മോശമല്ലേ മച്ചാനെ? അപ്പൊ ഒരു സീൻ കിട്ടിയത് നമുക്ക് ഉളുപ്പുണ്ണിക്ക് നമ്മളെ കയറ്റി വിട്ടില്ല. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ട് പാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈവറ്റ് വണ്ടി അലൗഡ് അല്ലെന്നാണ് പറയുന്നത്. 15 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കാർസ് ഒന്നും അലൗഡ് അല്ല. സോ ഇവൻ അറിയാവുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവൻ നേരത്തെ ഇവിടെ വന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ വർഷം അല്ല, ഒരു വർഷം മുന്നേ, 1.5 വർഷം മുന്നേ ഇവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഉളുപ്പുണ്ണി ഇത് ആ സൈഡിലാണ് കാണുന്നത്. ഉളുപ്പുണി ടോപ്പാണ് കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അതാണ് ഉളുപ്പുണ്ണി ടോപ്പ്. അപ്പോൾ അതിന്റെ തൊട്ട് സൈഡിലുള്ള ഒരു മലയാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുവാ. അപ്പോൾ ഇവിടെ വന്നിട്ട് റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. നല്ലൊരു സീനിക് റൂട്ടാണ് തണ്ടി കാണാൻ പോകുന്നത്. അപ്പോൾ കാണിച്ചു തരാം. എന്റെ മോനെ ഇത് വേറെ ലെവലാണുള്ളത്. ഇത് തന്നെ ന്യൂട്ടൺ ബ്ലോഗ്സിന്റെ അകത്ത് അവൻ കാണിച്ചേക്കുന്ന സ്ഥലം. ഇത് തന്നെ നമ്മുടെ വഴിയൊന്നുമില്ല, എല്ലാം പുല്ലെല്ലാം കയറി കിടക്കുക. ഒരു പുല്ലിന്റെ അകത്ത് കൂടെ കയറി പോകുന്ന സ്ഥലം അല്ലേ? ചെന്നിറങ്ങുന്ന അടിപൊളി ഒരു സ്പോട്ടാണ്. ഞാൻ കണ്ണൊക്കെ ഇടയ്ക്കോ? ജീപ്പ് കയറി പോകുന്നുണ്ട്. ശരി, ആ മലയുടെ മണ്ടയ്ക്ക് ഇതുണ്ടല്ലോ, ജീപ്പ് കയറി പോകുന്നതാണ് ഉളുപ്പുണി. ആ മലയുടെ ടോപ്പില് ജീപ്പുണ്ട്. ജീപ്പുണ്ട്, കണ്ട ജീപ്പ് കയറി പോകുന്നുണ്ട് ഉളുപ്പുണിയിലോട്ട്. സ്റ്റോപ്പ് ചെയ്യാവോ? നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം. നമ്മള് മദ്യക്കുപ്പിയൊക്കെ ഇരിക്കുന്നു. വന്നിട്ട് എൻഡിലെത്തിയേക്കാണ്. നേരെ പോട്ടാ. അവിടെ ഇടാൻ പറ്റുമോ? അവിടെ ഇടാൻ പറ്റുമല്ലോ. ഇറക്കി. ആ കാണുന്നത് പുള്ളിക്കാനം സൈഡാണോ? ചെറുപോട്ടെ അങ്ങോട്ട് പിന്നെ ഇറക്കോടാ പറ്റത്തില്ല. അവിടെ കുത്തിറക്കവാ. കുറച്ച് മുന്നോട്ട് പോട്ടോ. ആണ്ട തെളിഞ്ഞ സ്ഥലത്തോട്ട് നിർത്തുക. പോട്ടെ. റിവേഴ്സ് ഗിയർ കിട്ടും. അപ്പോൾ ഗൈസ്, ഇതുകൊണ്ട് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഉളുപ്പുണി. പക്ഷെ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. അതേ ഇവിടെ ഒരു ഗ്രീൻ ടെൻറ്റ് പോലെ കണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ടെൻറ്റ് കണ്ടോ? ഇവിടുന്ന് അവർ പാസ് വെച്ചാണ് ഇപ്പം ഉളുപ്പുണിയിലോട്ട് കയറ്റി വിടുന്നത്. പക്ഷേ ഇവിടെ ആ സാധനം കാണുന്നില്ല. നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കയറിയും പോയില്ല. ട്രാക്ഷൻ ഭയങ്കര ബിസിയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാണ്. ഇന്ന് അവൻ്റെ ഒരു വീഡിയോ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്പോട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പക്ഷേ കുറച്ച് തിരക്കാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. ഈ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ട് വളരെ ഗംഭീരമായിട്ടുള്ള സ്പോട്ടാണ്. നമുക്ക് താഴെ കവന്ത കാണാൻ പറ്റും. അത് കാണിച്ചു കൊടുക്കുക. എവിടെ അളിയാ കവന്ത? ചുമ്മാ അങ്ങ് പറയോ കേട്ടോ. കവന്തൊക്കെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉളുപ്പുണിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മലയാണ്. ഒരു ഹിഡൻ സ്പോട്ടാണ്. അങ്ങനെ ആരും വരാറില്ല. നമ്മൾ മാത്രമല്ലെന്നല്ല, അങ്ങനെ ആരും വരാറില്ല ഈ സ്പോട്ടിലോട്ട്. വണ്ടി നമ്മൾ കണ്ട് ഇവിടെ ഇറക്കിയിരുന്ന ഇവിടം വരെ ഉള്ളൂ. വണ്ടി ഇവിടം വരെ എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉളുപ്പുണിയിലോട്ടുള്ള സെറ്റപ്പ് കണ്ടോ? അപ്പൊ നമ്മള് ഉളുപ്പുണ്ണിയിലെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് പോവാണ്. ഈ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്താൽ മാത്രം നമുക്ക് ഡോർ അടയ്ക്കാൻ പറ്റുള്ളൂ. പോട്ടെ. നമ്മള് ആ മലയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എങ്ങനെയല്ലോ അവിടെ എത്തിപ്പെടാൻ പറ്റുമോ എന്ന് നോക്കണം. നമ്മൾ അതിനു വേണ്ടി പോവാ. 4 ലോ ആണോ വെച്ചാനെ? എടാ നല്ല മറ്റേ ലെമൺ ഗ്രാസിന്റെ മണം അല്ലേ? നല്ല മണം.
സൂലിഞ്ചി അല്ല, ലെമൺ ഗ്രാസ്. ഈ പുല്ലിന്റെ ഇടയിൽ കൂടെ പോകാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസം. ബ്രോ ഒഫൻസീവ് ആവരുത്, യൂട്യൂബ് വീഡിയോ ആണ്. നമ്മളെന്തായാലും മറ്റേ പ്ലാൻ ബി അങ്ങ് ഡ്രോപ്പ് ചെയ്യുവാണ്. ഇനി പ്ലാൻ സി ആണ്. എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, പുള്ളിക്കാനം എസ് വളവിലോട്ട് പോവാം. എസ് വളവിലോട്ട് പോവാണേ. നമുക്കിനി അവിടെ ചെന്നിട്ട് നോക്കാം. അവിടുത്തെ 2 മലയുണ്ട്, അവിടെ വലിയ കയറാൻ പറ്റും നോക്കാം. അപ്പൊ എവിടത്തെ നമ്മള് എസ് വളവിലും പോയി, എല്ലാ വളവിലും പോയില്ലയോ? എല്ലാ വളവിലും നമ്മൾ പോയി. ഭയങ്കര ബ്ലോക്ക് കേട്ടോ. നമ്മളെല്ലാ വളവിലും പോയി. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ. എസ് വളവിലൊന്നും പോയില്ല. പിന്നെ പിന്നെന്താ ഒരു ഉളുപ്പുണ്ടി മറ്റേ മലയിലും പോയില്ല. ഇഗ്നീസുകാരനാണേ, എനിക്ക് ഭയങ്കര ധൃതിയാണ്. അവിടുത്തെ KSRTC ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ സൗണ്ട് കേൾക്കാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇപ്പം നിക്കണ്ണ നാളെ തിരിച്ചു പോവാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പം ഇവനെ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ? അടുത്ത മാർച്ചിലോ ഏപ്രിലോ എന്നായിരുന്നേ?